Hello, in this section we are discussing about the bottom relief of ocean. Oceans. Earth is the only planet in the solar system which has water in abundance, and hence the Earth is known as water planet. About 71% of the Earth's surface is covered by water. സോളാർ സിസ്റ്റത്തിൽ വാട്ടറിന്റെ പ്രസൻസ് അബൻഡന്റ് ആയിട്ടുള്ള ഒരേയൊരു പ്ലാനറ്റേ ഉള്ളൂ, അത് എർത്ത് ആണ്. അതുകൊണ്ട് തന്നെ എർത്തിനെ വാട്ടർ പ്ലാനറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഭൂമിയുടെ 71% വാട്ടർ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ 3/5 ഭാഗവും സദേൺ ഹെമിസ്ഫിയറിന്റെ 4/5 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നു. There are mountains, basins, plateaus, ridges, canyons, trenches beneath the ocean water too. ഭൂമിയുടെ പ്രതലത്തിൽ കാണുന്നത് പോലെ തന്നെ ലാൻഡ് ഫോംസ് ആയിട്ടുള്ള മൗണ്ടൻസും പ്ലേറ്റൂസും റിഡ്ജസും കാന്യോൺസും ട്രെഞ്ചസും ബേസിൻസും ഒക്കെ ഓഷൻ ബേസിനിലും അല്ലെങ്കിൽ ഓഷൻ വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. ഈ റിലീഫ് ഫീച്ചേഴ്സിനെല്ലാം, അതായത് ഓഷൻ ഫ്ലോറിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള റിലീഫ് ഫീച്ചേഴ്സിനെല്ലാം കളക്റ്റീവായിട്ട് അറിയപ്പെടുന്ന പേരാണ് സബ്മറൈൻ റിലീഫ്. മറൈനിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് അതിനെ സബ്മറൈൻ റിലീഫ് എന്ന് വിളിക്കുന്നത്. And this ocean relief is largely due to tectonic, volcanic, erosional and depositional processes and their interactions. ഈ ഓഷൻ റിലീഫ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ടെക്ടോണിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ടും വോൾക്കാനിക് ആക്ടിവിറ്റീസിനൊപ്പം തന്നെ ഇറോഷണൽ ഡിപ്പോസിഷണൽ ആക്ടിവിറ്റീസും വഴിയാണ്. ഓഷൻ റിലീഫ് ഫീച്ചേഴ്സിനെ മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: മേജർ റിലീഫ് ഫീച്ചേഴ്സും മൈനർ റിലീഫ് ഫീച്ചേഴ്സും. Major relief features. The major relief feature include Continental Shelf, Continental Slope, Continental Rise, and Abyssal Plain or Deep Sea Plain. While the minor ocean relief features include ridges, hills, seamounts, guyots, trenches, canyons, leaps, fracture zones, island arcs, atolls, coral reefs, submerged volcanoes, sea scraps, etc. First, the major relief features. And the first one is Continental Shelf. Continental Shelf is a gently sloping seaward extension of the continental plain. ഓഷ്യന്റെയോ അല്ലെങ്കിൽ കോണ്ടിനെന്റിന്റെ പാർട്ടാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു ഭാഗമാണ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ ഒരു ഭാഗം സീവാർഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നതാണ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത്. സ്ലോപ്പ് വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു പ്രതലമാണ് കോണ്ടിനെന്റൽ ഷെൽഫ്. These extended margins of each continent are occupied by relatively shallow seas and gulf. ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ആ ജെന്റിൽ സ്ലോപ്പില് പ്രധാനമായിട്ടും അത് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ആഴം കുറഞ്ഞ സീയും അതൊപ്പം തന്നെ ഗൾഫുമാണ്. Continental shelf of all oceans together cover 7.5% of the total area of the oceans. ലോകത്തെ മുഴുവൻ ഓഷ്യന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോണ്ടിനെന്റൽ ഷെൽഫ് കവർ ചെയ്യുന്നത് 7.5% ഏരിയയാണ്. Gradient of continental is of 1 degree or even less. കോണ്ടിനെന്റൽ ഷെൽഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് താഴെയോ ആയിരിക്കും. The shelf typically ends at a very steep slope called the shelf break. ഇത്തരത്തിൽ വളരെ ജെന്റിലായിട്ട് പോകുന്ന കോണ്ടിനെന്റൽ ഷെൽഫിന്റെ ഒരു ഭാഗം എത്തുമ്പോൾ, അതായത് അതിന്റെ എൻഡ് പാർട്ട് എത്തുമ്പോൾ അവിടെ ഒരു സ്റ്റീപ്പ് സ്ലോപ്പായിട്ട് അത് മാറുന്നു. ഇത്തരത്തിൽ സ്റ്റീപ്പ് സ്ലോപ്പായിട്ട് മാറുന്ന ആ ഭാഗത്തെ വിളിക്കുന്നത് ഷെൽഫ് ബ്രേക്ക് എന്നാണ്. The continental shelves are covered with variable thickness of sediments brought down by rivers, glaciers, etc. കോണ്ടിനെന്റൽ ഷെൽഫിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ലാൻഡിൽ നിന്ന് വരുന്ന സെഡിമെന്റ്സ് ആണ്. ഇത്തരത്തിലുള്ള സെഡിമെന്റ്സിനെ കൊണ്ടുവരുന്നത് റിവേഴ്സോ ഗ്ലേഷ്യേഴ്സോ ഒക്കെ ആയിരിക്കും. Massive sedimentary deposits received over a long time by the continental shelf become the source of fossil fuels. കാലക്രമേണ ഇത്തരത്തിൽ ഉള്ള സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് അടിഞ്ഞുകൂടിയാണ് ഫോസിൽ ഫ്യൂൽസ് ആയിട്ട്, അതായത് പെട്രോളിയം പോലെയുള്ള ഫോസിൽ ഫ്യൂൽസ് ആയിട്ട് മാറുന്നത്. കോണ്ടിനെന്റൽ ഷെൽഫിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് the continental shelf of Southeast Asia, Great Banks around Newfoundland,
submerged land between Australia and New Guinea. This is a continental shelf part. Actually, it is a part of continental plate and submerged under the sea or gulf. Continental shelves പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് ദ സബ്മർജൻസ് ഓഫ് എ പാർട്ട് ഓഫ് കോണ്ടിനെന്റ്. കോണ്ടിനെന്റിന്റെ ഒരു ഭാഗം ഓഷൻ വാട്ടറിലോട്ട് സബ്മർജ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്. സെക്കൻഡ് ഡ്യൂ ടു ദ റിലേറ്റീവ് റൈസ് ഇൻ സീ ലെവൽ. സീ ലെവലിന് വരുന്ന റൈസിന്റെ ഫലമായിട്ട്. തേർഡ് ഡ്യൂ ടു ദ സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് ബ്രോട്ട് ഡൗൺ ബൈ ദ റിവേഴ്സ്. മൂന്നാമത്തത് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി വഴി. ഡെപ്പോസിഷൻ നടക്കുന്നതിന് റിവർ ഡെപ്പോസിഷൻ ആണ്. There are various types of shell based on different sediments of terrestrial origin. ഷെൽസിന്റെ സെഡിമെന്റ്സിനെ ബേസ് ചെയ്ത് എവിടെ നിന്നാണോ അല്ലെങ്കിൽ ഏതൊരു സോഴ്സിൽ നിന്നാണോ സെഡിമെന്റ്സ് വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടും ഷെൽസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഗ്ലേഷ്യേറ്റഡ് ഷെൽഫ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഗ്ലേഷ്യറിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഗ്ലേഷ്യർ ഡെപ്പോസിഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ഷെൽഫാണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന കോണ്ടിനെന്റൽ ഷെൽഫാണ്. സെക്കൻഡ് ഈസ് കോറൽ റീഫ് ഷെൽഫ്. കോറൽ റീഫ് ഷെൽഫ് കാണപ്പെടുന്നത് ക്യൂൻസ്ലാൻഡ് ഓസ്ട്രേലിയ ആണ്. തേർഡ് ഈസ് ഷെൽഫ് ഓഫ് എ ലാർജ് റിവർ. It is found along the Nile Delta. Shelf with dendritic valleys at the mouth of Hudson River. Shelf along young mountain ranges, and these shelves are found between the Hawaiian Islands. Continental shelf in മറ്റ് സവിശേഷതകൾ നോക്കാം. The average width of the continental shelf is between 70 to 80 km. Continental shelfന്റെ ഒരു average width പറയുകയാണെങ്കിൽ 70 മുതൽ 80 കിലോമീറ്ററിന് ഇടയിലാണ് അത് റേഞ്ച് ചെയ്യുന്നത്. Continental shelves are much narrower absent in some continent, particularly where the full mountain run parallel or close to the coast. Continental shelf എന്ന് പറയുന്നത് ഫോൾഡ് മൗണ്ടൻസ് ഉള്ള കോണ്ടിനെന്റ്സിൽ, അതായത് കോസ്റ്റിന് അടുത്തായിട്ട് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിന് പാരലൽ ആയിട്ട് ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടെങ്കിലോ അവിടെ കോണ്ടിനെന്റൽ ഷെൽഫ്സ് നാരോയോ അല്ലെങ്കിൽ ആബ്സെന്റോ ആയിരിക്കും. The shelves are almost absent or very narrow along some of the margins like coast of Chile, the west coast of Sumatra, etc., where there is a ocean-continent convergence and ocean-ocean convergence. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫോൾഡ് മൗണ്ടൻസ് പാരലൽ ആയിട്ടോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടോ കാണുന്ന ഭാഗത്ത് കോണ്ടിനെന്റൽ ഷെൽഫ് ആബ്സെന്റോ നാരോ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ചിലി കോസ്റ്റ്, അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ഓഫ് സുമാത്രയാണ്. ചിലി കോസ്റ്റ് എന്ന് പറയുന്നത് ഓഷ്യൻ കോണ്ടിനെന്റ് കൺവേർജൻസ് നടന്ന ഫോൾഡ് മൗണ്ടൻ ഉണ്ടായ ഒരു ഭാഗമാണ്. രണ്ടാമത് പറയുന്ന വെസ്റ്റ് കോസ്റ്റ് ഓഫ് സുമാത്രയുടെ അവിടെ ഓഷ്യൻ കൺവേർജൻസ് ആണ് നടന്നിട്ടുള്ളത്. It is up to 120 km wide along the eastern coast of USA. On the contrary, the Siberian Shelf in the Arctic Ocean, the largest in the world, stretches to 1,500 in width. മറ്റൊരു ഉദാഹരണം പറയുന്നെങ്കിൽ യു എസ് എയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ കോണ്ടിനെന്റൽ ഷെൽഫിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 120 കിലോമീറ്റർ ആണ്. അതേസമയം ആർട്ടിക് ഓഷനില് സൈബീരിയൻ ഷെൽഫിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1,500 കിലോമീറ്റർ ആണ്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നതും സൈബീരിയൻ ഷെൽഫ് ആണ്. The depth of the shelf also varies. It may be shallow as 30 meters in some areas, while in some areas it is as deep as 600 meters. വിഡ്ത്തിൽ വരുന്ന വ്യത്യാസം പോലെ ഡെപ്തിലും വ്യത്യാസമുണ്ട്. ചില സ്ഥലത്ത് അത് വളരെ ഷാലോ ആണ്, 30 മീറ്റർ വരെ അതിന് ഡെപ്ത് കാണത്തുള്ളൂ. ചില സ്ഥലത്ത് അത്തിരി കൂടെ ഡെപ്ത് ഉണ്ട്, അതായത് 600 മീറ്റർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. The importance of continental shelf. Marine foods come almost entirely from continental shelf. They provide the richest fishing grounds. The potential sites for economic minerals. അതായത് ലോകത്തിലുള്ള 20% പെട്രോളിയം ഗ്യാസും വരുന്നത് കോണ്ടിനെന്റൽ ഷെൽഫ് റീജിയൻസിൽ നിന്നാണ്. Polymetallic nodules, manganese nodules, concentric layers of iron and manganese hydroxides, etc. are good sources of various mineral ores like manganese, iron, copper, gold, etc. that is found in this continental shelf. Then coral reefs are also common on continental shelf. Continental slope. The continental slope connects the continental shelf and ocean basin. കോണ്ടിനെന്റൽ ഷെൽഫിനെയും ഓഷ്യൻ ബേസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. It begins where the bottom of the continental shelf sharply drops off into a steep slope. കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്നത് വളരെ ജെന്റ്ലി സ്ലോപ്പിംഗ് ആയിട്ടൊരു റീജിയൻ ആണ്. അവിടെ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത വളരെ സ്റ്റീപ്പ് ആയിട്ടൊരു സ്ലോപ്പാണ് കോണ്ടിനെന്റൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. The gradient of the slope region varies between 2 to 5 degree.
ഇവിടുത്തെ ആംഗിൾ റേഞ്ച് ചെയ്യുന്നത്, ഇവിടുത്തെ സ്ലോപ്പ് റേഞ്ച് ചെയ്യുന്നത് 2 മുതൽ 5 ഡിഗ്രിക്ക് ഇടയിലാണ്. The depth of the slope region varies between 200 and 3000 meter. കോണ്ടിനെന്റൽ സ്ലോപ്പിന്റെ ഡെപ്ത് പറയുകയാണെങ്കിൽ 200 മീറ്റർ മുതൽ 3000 മീറ്റർ വരെ അത് റേഞ്ച് ചെയ്ത് കാണപ്പെടുന്നു. The seaboard edge of the continental slope loses gradient at this depth and gives rise to continental rise. കോണ്ടിനെന്റൽ സ്ലോപ്പ് സീബോർഡ് സൈഡിൽ എത്തുന്ന സമയത്ത് അതിന്റെ ഗ്രേഡിയന്റ്, അതിന്റെ സ്ലോപ്പ് അതിനെ ലോസ് ചെയ്യുകയും പിന്നീട് അത് കോണ്ടിനെന്റൽ റൈസ് ആയിട്ട് മാറുകയും ചെയ്യും. അവിടെ സ്ലോപ്പ് അല്ല, പിന്നെ അവിടെ ഒരു റൈസ് ആണ് കാണപ്പെടുന്നത്. The continental slope boundary indicate the end of the continents. എവിടെയാണോ കോണ്ടിനെന്റൽ സ്ലോപ്പ് തുടങ്ങുന്നത് അവിടെയാണ് കോണ്ടിനെന്റ് എന്ന് പറയുന്നതിന്റെ ലാൻഡ് ഏരിയയുടെ ബൗണ്ടറി എൻഡ് ചെയ്യുന്നത്. The canyons and trenches are observed in this region. Continental slope-ൽ കണ്ടുവരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ് ആണ് കാനിയോൺസും ട്രെഞ്ചസും. Continental rise. The continental slope gradually loses its steepness with depth. Continental സ്ലോപ്പിന് എപ്പോഴാണോ അതിന്റെ സ്റ്റീപ്നെസ് നഷ്ടപ്പെടുന്നത്, അതായത് ഡെപ്തിലോട്ട് പോകുന്തോറും അതിന്റെ സ്റ്റീപ്നെസ് കുറഞ്ഞു വരും. അതിന്റെ സ്റ്റീപ്നെസ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്ന ഭാഗത്തു നിന്ന് തുടങ്ങുന്ന അടുത്തൊരു ഫീച്ചറാണ് കോണ്ടിനെന്റൽ റൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സ്ലോപ്പ് റേഞ്ചസ് ബിറ്റ്വീൻ 0.5 degree to 1 degree. With increasing depth, the rise becomes virtually flat and merges with the abyssal plain. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു കോണ്ടിനെന്റൽ റൈസ് എന്ന് പറയുന്ന പോർഷൻ കുറച്ചുകൂടെ ഫ്ലാറ്റ് ആവുകയും ഫൈനലി അത് അബീസൽ പ്ലെയിൻ അല്ലെങ്കിൽ ഡീപ് സീ പ്ലെയിനുമായിട്ട് മെർജ് ചെയ്യുകയും ചെയ്യുന്നു. Deep sea plain or abyssal plain. These are gently sloping areas of ocean basins, and these are the flattest and the smoother regions of the world because of the terraneous and shallow water sediments that varies the irregular topography. വേൾഡിലെ തന്നെ ഏറ്റവും ഫ്ലാറ്റസ്റ്റും സ്മൂത്തസ്റ്റും ആയിട്ടുള്ള ജെന്റ്ലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡീപ് സീ പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഫോം ചെയ്തിട്ടുള്ളത് ടെറിജീനിയസ്, അതായത് ലാൻഡിൽ നിന്ന് റോഡ് ചെയ്ത് വന്നിട്ടുള്ള സെഡിമെന്റ്സിന്റെയും ഒപ്പം തന്നെ ഷാലോ വാട്ടർ സെഡിമെന്റ്സിന്റെ ഡെപ്പോസിഷൻ കൊണ്ടാണ്. ഇറ്റ് കവേഴ്സ് നിയർലി 40% ഓഫ് ദ ഓഷൻ ഫ്ലോർ. ഓഷൻ ഫ്ലോറിന്റെ 40% കവർ ചെയ്യുന്നത് അബീസൽ പ്ലെയിൻ ആണ്. ദ ഡെപ്ത് വേരി ബിറ്റ്വീൻ 3000 ആൻഡ് 6000 മീറ്റർ. ഡീപ് സീ പ്ലെയിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 3000 മുതൽ 6000 മീറ്ററിന് ഇടയിലാണ് കാണപ്പെടുന്നത്. These plains are covered with fine-grained sediments like clay and silt. ഓഷ്യൻ റിലീഫ് ഫീച്ചേഴ്സിലെ മേജർ റിലീഫ് ഫീച്ചേഴ്സിലെ ഏറ്റവും അവസാനത്തെ ഫീച്ചറാണ് അബീസൽ പ്ലെയിൻ. ഇവിടെ കാണാൻ സാധിക്കും കോണ്ടിനെന്റൽ ഷെൽഫ് കാണുന്നുണ്ട്, തൊട്ട് താഴെ കോണ്ടിനെന്റൽ സ്ലോപ്പ്, അതിന് താഴെ കോണ്ടിനെന്റൽ റൈസ്, ഏറ്റവും താഴെ അബീസൽ പ്ലെയിൻ. Abyssal plains are as irregular as the continental plains with submarine plateaus, hill guards and seamounts. ലാൻഡിലെ കോണ്ടിനെന്റൽ പ്ലെയിൻസ് പോലെ തന്നെയാണ് അബീസൽ പ്ലെയിനും. അബീസൽ പ്ലെയിനിൽ ഒത്തിരി മറ്റു ഫീച്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. ചെറിയ ഹിൽസും ഗൈഡ്സും സീമൗണ്ട്സും സബ്മറൈൻ പ്ലാറ്റൂസും ഒക്കെ കാണപ്പെടുന്നുണ്ട്. The floor of the abyssal plain is covered by sediments. The sediments which are formed from the remains of living things are called oozes. അബീസൽ പ്ലെയിന്റെ ഫ്ലോറിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സെഡിമെന്റ്സ് ആണ്. ഈ സെഡിമെന്റ്സ് ഇപ്പോൾ ലിവിങ് ഓർഗാനിസംസിന്റെ റിമൈൻസിൽ നിന്നാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് അറിയപ്പെടുന്നത് ഊസസ് എന്നാണ്. Another type of sediments is red clay, which is of volcanic origin or made up of tiny particles brought by wind and rivers. മറ്റൊരു തരത്തിലുള്ള സെഡിമെന്റ്സിനെ വിളിക്കുന്നത് റെഡ് ക്ലേ എന്നാണ്. ഇത് വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള ഒരു സെഡിമെന്റ് ആണ്. ഈ വോൾക്കാനിക് ഒറിജിൻ ആയിട്ടുള്ള സെഡിമെന്റ്സിനെ അബീസൽ പ്ലെയിനിൽ എത്തിക്കുന്നത് വിൻഡിന്റെയും റിവറിന്റെയും ആക്ഷൻ കൊണ്ടാണ്. ഈ മൈനർ റിലീഫ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Submarine ridges. The ocean mountains are called submarine ridges. They are linear belts occurring near the middle of the oceans and are also called mid-oceanic ridges. എർത്തിന്റെ സർഫേസിൽ കാണപ്പെടുന്ന മൗണ്ടൻസ് പോലെ തന്നെ ഓഷ്യൻസിലും മൗണ്ടൻസ് കാണപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഓഷ്യനിൽ കാണപ്പെടുന്ന മൗണ്ടൻസിൽ വിളിക്കുന്നതാണ് സബ്മറൈൻ റിഡ്ജസ് എന്നത്. ഈ സബ്മറൈൻ റിഡ്ജസ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ഓഷ്യന്റെ മിഡിൽ പാർട്ടിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്നും വിളിക്കാറുണ്ട്. മിഡ് ഓഷ്യാനിക് റിഡ്ജ് is composed of two chains of mountains separated by a large depression. മിഡ് ഓഷ്യാനിക് റിഡ്ജ് പ്രധാനമായിട്ടും ഫോം ചെയ്യുന്നത് ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസിലാണ്. രണ്ട് പ്ലേറ്റ്സ് ഡൈവേർജന്റ് ആയിട്ട് തന്നെ നീങ്ങുമ്പോൾ അകത്തുള്ള മാഗ്മ പുറത്തു വരികയും അത് തണുത്തുറഞ്ഞ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്.
The oceanic ridge is a site of frequent earthquakes. Plate movement ഇവിടെ വളരെ frequent ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ earthquake ഈ ഒരു region വളരെ frequent ആണ്. Volcanism is common in ocean ridges and it produces many relief features. earthquake-നൊപ്പം തന്നെ volcanism വളരെ active ആയിട്ട് നടക്കുന്ന ഒരു സോൺ കൂടിയാണ് submarine ridges എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായിട്ട് associate ചെയ്ത് ഒത്തിരി ഫീച്ചേഴ്സും അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇതൊരു ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി ആണ്. ഇവിടെ രണ്ട് വശത്തോട്ടും പ്ലേറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അകത്തുള്ള മാഗ്മ പുറത്തു വരികയും റിഡ്ജസിന്റെ ട്രെയിലിംഗ് എഡ്ജസിൽ പറ്റിച്ചേർന്ന് പുതിയൊരു റിഡ്ജ് ഫോം ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് സീ ഫ്ലോ സ്പ്രെഡിംഗ് തുടങ്ങിയ ഫിനോമിനൻ നടക്കുന്നത്. Mid-oceanic ridgesന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The mountain ranges can have peaks as high as 2,500 meter and some even reach above the ocean surface. ഇത്തരത്തിലുള്ള മൗണ്ടൻ റേഞ്ചസിലുള്ള പീക്സിന്റെ ഹൈറ്റ് 2,500 മീറ്റർ വരെ എത്താറുണ്ട്. ചില സമയത്ത് ഇത് ഓഷ്യൻ സർഫസിന് മുകളിൽ പ്രൊജക്ട് ചെയ്ത് കാണപ്പെടാറുമുണ്ട്. Running for a total length of about 75,000 km, these ridges form the largest mountain systems on the earth. Mid-oceanic ridges ടോട്ടലായിട്ട് എടുക്കുന്നെങ്കിൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 75,000 കിലോമീറ്റർ ആണ്. അങ്ങനെ നോക്കുന്നെങ്കിൽ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ സിസ്റ്റം ഹിമാലയസ് അല്ല, സബ്മറൈൻ റിഡ്ജസ് ആണ്. These ridges are either broad like a plateau or gently sloping or in the form of steep-sided narrow mountains. സബ്മറൈൻ റിഡ്ജസ് രണ്ട് രീതിയിലാണ് കാണപ്പെടുന്നത്. ഒന്ന് പ്ലാറ്റോ കണക്ക് ബ്രോഡ് ആയിട്ട് ജെന്റ്ലി സ്ലോപ്പിംഗ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് വളരെ സ്റ്റീപ്പ് സൈഡ് ആയിട്ടുള്ള നാരോ മൗണ്ടന്റെ രൂപത്തിലും കാണപ്പെടുന്നുണ്ട്. These oceanic ridges are a part of plate tectonics and they are tectonic origin and they provide an evidence for the theory of plate tectonics. Iceland, a part of mid-Atlantic ridge, is an example. ഇത്തരത്തിലുള്ള ഓഷ്യൻ റിഡ്ജ് എന്ന് പറയുന്നത് പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെ ഫലമായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ പ്ലേറ്റ് ടെക്ടോണിക് തിയറിക്ക് ഒരു എവിഡൻസിന്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഓഷ്യനിക് റിഡ്ജ് ആണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിന്റെ പാർട്ടായിട്ടുള്ള ഐസ്ലാൻഡ്. This is a world map showing the distribution of the mid-oceanic ridges. Here we can see the mid-Atlantic ridge in Atlantic Ocean, southwest Indian ridge and central Indian ridge and southeast Indian ridge in the Indian Ocean, and Juan-de-Fuca ridge is Pacific rise in the Pacific Ocean and Pacific Antarctic ridge in Pacific and Antarctic Ocean. അടുത്തൊരു small relief feature ആണ് Seamounts and Guyots. Submerged volcanoes with the sharp tops are called seamounts and they rise above the sea as isolated islands. ഓഷ്യൻസിലോട്ട് സബ്മേർജ് ചെയ്ത് കാണപ്പെടുന്ന വോൾക്കാനോസ്, അത് ഷാർപ്പ് ടോപ്ഡ് ആയിട്ടുള്ള വോൾക്കാനോസിനെ വിളിക്കുന്ന പേരാണ് സീമൗണ്ട്. ഇതിന്റെ ആ ഷാർപ്പ് ടോപ്പ് ചില സമയത്ത് സീയുടെ മുകളിൽ പ്രൊജക്ട് ചെയ്ത് ഐസൊലേറ്റഡ് ഐലൻഡ്സ് ആയിട്ട് കാണപ്പെടാറുണ്ട്. ഇത്തരത്തിൽ ഒരു ഐലൻഡിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് ഹവായൻ ഐലൻഡ്സിൽ കാണപ്പെടുന്ന എംപറർ സീമൗണ്ട് ആണ്. സീമൗണ്ടിന്റെ മറ്റു ഉദാഹരണം എന്ന് പറയുന്നത് ഹവായൻ ഐലൻഡ്സും തഹീറ്റി ഐലൻഡ്സുമാണ്. Seamounts with flattened topped are called guyots or table mount. സീമൗണ്ട്സിൽ തന്നെ ഷാർപ്പ് ടോപ്പ് ഇല്ലാത്ത ഫ്ലാറ്റൻ ടോപ്പ് ഉള്ള ഫീച്ചറിനെ വിളിക്കുന്ന പേര് ഗൈഡ്സ് അല്ലെങ്കിൽ ടേബിൾ മൗണ്ട്സ് എന്നാണ്. ആദ്യം കാണുന്ന ഫീച്ചർ സീമൗണ്ട് ആണ്. അതിപ്പോൾ പ്രൊജക്ട് ചെയ്ത് ചില സമയത്ത് വോൾക്കാനിക് ഐലൻഡ് ആയിട്ടും കാണപ്പെടാറുണ്ട്. അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഇറോഷൻ സംഭവിച്ച് ഫ്ലാറ്റൻ ടോപ്ഡ് ആയിട്ട് മാറുന്നതിനെ ഗൈഡ് എന്ന് വിളിക്കുന്നു. Ocean deeps or trenches. The trenches are relatively steep-sided narrow basins or depressions, and these are the areas of the deepest part of the ocean. Oceanic trench അല്ലെങ്കിൽ ഡീപ്പ് എന്ന് പറയുന്നത് ഓഷ്യനിലെ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. വളരെ നാരോ ബേസിൻ ആയിട്ടുള്ള സ്റ്റീപ്പ് സൈഡഡ് ആയിട്ടുള്ള ഡിപ്രഷനെ വിളിക്കുന്ന പേരാണ് ട്രെഞ്ചസ്. They are of tectonic origin and is formed during ocean-ocean convergence and ocean-continental convergence. Tectonic movements-ന്റെ ഫലമായിട്ട് convergent plate boundaries-ൽ ഫോം ചെയ്യുന്ന ഒരു ഫീച്ചറാണ് ട്രെഞ്ച്. ഓഷ്യൻ കൺവേർജൻസിലും ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസിലും ഓഷ്യാനിക് ഡീപ്പ് അല്ലെങ്കിൽ ട്രെഞ്ചസ് ഫോം ചെയ്യാറുണ്ട്. They are sometimes 3 to 5 kilometers deeper than the surrounding ocean floor. ചുറ്റുമുള്ള ഓഷ്യൻ ഫ്ലോറിനെ അപേക്ഷിച്ച് 3 മുതൽ 5 കിലോമീറ്റർ ഡെപ്തിലാണ് ഓഷ്യൻ ഡീപ്സ് കാണപ്പെടുന്നത്. The trenches lie along the fringes of the deep sea plain at the base of the Continental Slope and along island arcs. ട്രെഞ്ചസ് പൊതുവെ കാണപ്പെടുന്നത് ഡീപ് സീ പ്ലെയിൻ അല്ലെങ്കിൽ അബീസൽ പ്ലെയിനിന്റെ ഫ്രിഞ്ചസിലാണ്, ചുറ്റുമാണ്, സറൗണ്ടിങ്സിലാണ്, അല്ലെങ്കിൽ കോണ്ടിനെന്റൽ സ്ലോപ്പിന്റെയോ അല്ലെങ്കിൽ ഐലൻഡ് ആർക്കിന്റെയോ അടുത്തോ അല്ലെങ്കിൽ അതിന് താഴെയോട്ടോ കാണപ്പെടാറുണ്ട്. The trenches run parallel to the bordering fold mountains or island chain. ട്രെഞ്ചസ് പൊതുവെ ഫോൾഡ് മൗണ്ടൻസിനോ അല്ലെങ്കിൽ ഐലൻഡ് ആർക്സിനോ അല്ലെങ്കിൽ ചെയിൻസിന് പാരലൽ ആയിട്ടാണ് കാണപ്പെടുന്നത്.
ട്രെഞ്ചസിന്റെ മറ്റ് സവിശേഷതകൾ നോക്കാം. Trenches are very common in the Pacific Ocean and form an almost continuous ring along the western and eastern margins of the Pacific Ocean. പസഫിക് ഓഷനിലാണ് കോമൺ ആയിട്ട് ട്രെഞ്ചസ് കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും പസഫിക് ഓഷന്റെ വെസ്റ്റേൺ ഈസ്റ്റേൺ മാർജിൻസിൽ ഒരു കണ്ടിന്യൂസ് റിങ്ങിന്റെ രൂപത്തിൽ അത് കാണപ്പെടുന്നുണ്ട്. റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കാം. ഈ ഒരു ഭാഗമാണ് ഓഷ്യാനിക് ട്രെഞ്ച് എന്ന് പറയുന്നത്. അബീസൽ പ്ലെയിന്റെ വളരെ അഡ്ജസന്റ് ആയിട്ടാണ് ഓഷ്യാനിക് ട്രെഞ്ച് പൊതുവെ കണ്ടുവരുന്നത്. ഓഷ്യാനിക് ട്രെഞ്ചിന്റെ ഒരു റിയൽ ഫോട്ടോഗ്രാഫാണ് താഴെ കൊടുത്തിരിക്കുന്നത്. The Mariana Trench of the Guam Islands in the Pacific Ocean is the deepest trench with a depth of more than 11 kilometers. വേൾഡിലെ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ട്രെഞ്ച് എന്ന് പറയുന്നത് പസഫിക് ഓഷനിലെ ഗുവാം ഐലൻഡ്സിലെ മറിയാന ട്രെഞ്ച് ആണ്. അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 11 കിലോമീറ്റർ വരും. They are associated with active volcanoes and strong earthquake, and this makes them very significant in the study of plate tectonics. പ്ലേറ്റ് മൂവ്മെന്റ്സിന്റെ ഫലമായിട്ടാണല്ലോ ട്രെഞ്ചസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മറിയാന ട്രെഞ്ച് അല്ലെങ്കിൽ മറ്റേത് ട്രെഞ്ചിന്റെയും അടുത്ത് ആക്റ്റീവ് വോൾക്കാൻസും എർത്ത്ക്വേക്സും വളരെ ആക്റ്റീവായിട്ടാണ് നടക്കുന്നത്. മറിയാന ട്രെഞ്ച് എന്ന് പറയുന്നത് ഡീപ് ഫോക്കസ് എർത്ത്ക്വേക്സ്, പ്രധാനമായിട്ടും ജപ്പാനിൽ ഉണ്ടാകുന്ന ഡീപ് ഫോക്കസ് എർത്ത്ക്വേക്കിന്റെ ഒരു എപ്പി സെന്റർ ആണ്. As many as 57 deeps have been explored so far, of which 32 are in Pacific Ocean, 19 in Atlantic Ocean, and 6 in Indian Ocean. ലോകത്താകമാനം ഇതുവരെ 57 ഓഷ്യാനിക് ഡീപ്സ് ആണ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അത് 32 പസഫിക് ഓഷനിലും 19 അറ്റ്ലാന്റിക് ഓഷനിലും 6 ഇന്ത്യൻ ഓഷനിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓഷ്യനിൽ കണ്ടുവരുന്ന മറ്റൊരു മൈനർ ഫീച്ചർ ആണ് സബ്മറൈൻ കാനിയോൺസ് എന്നത്. ഓഷ്യനിൽ കണ്ടുവരുന്ന ഡീപ് വാലീസ് ആണ് സബ്മറൈൻ കാനിയോൺസ്, ആൻഡ് ദീസ് കാനിയോൺസ് ആർ വെരി മച്ച് സിമിലർ ടു ദ കാനിയോൺസ് ഫോംഡ് ബൈ ദ റിവേഴ്സ് ഓൺ ദ ലാൻഡ്. ഫോർ എക്സാമ്പിൾ, the Grand Canyon formed by the Colorado River. And these canyons are found at Continental Shelf and Slope, and they extend from the mouth of large river. Submarine canyons പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് കോണ്ടിനെന്റൽ ഷെൽഫ്, കോണ്ടിനെന്റൽ സ്ലോപ്പ് പോർഷൻസിലാണ്. ലാർജ് റിവറിന്റെ മൗത്തിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രൂപത്തിലാണ് സബ്മറൈൻ കാനിയോൺസ് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സബ്മറൈൻ കാനിയോൺസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് സ്മോൾ ഗോർജസ് ആയിട്ട് കാണപ്പെടുന്നു. ഈ സ്മോൾ ഗോർജസ് കോണ്ടിനെന്റൽ ഷെൽഫിന്റെ എഡ്ജിൽ നിന്ന് തുടങ്ങി താഴോട്ട് ഗ്രേറ്റ് ഡെപ്തിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നു. ഇതിന് ഉദാഹരണം ന്യൂ ഇംഗ്ലണ്ടിനടുത്തുള്ള ഓഷ്യനോഗ്രാഫർ കാനിയോൺ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് റിവറിന്റെ മൗത്തിൽ നിന്ന് തുടങ്ങി കോണ്ടിനെന്റൽ ഷെൽഫ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സാമ്പിൾ സയർ കാനിയോൺ, മിസിസിപ്പി കാനിയോൺ, ഇൻഡസ് കാനിയോൺ. തേർഡ് എന്ന് പറയുന്നത് ഡെൻഡ്രിറ്റിക്, ട്രീയുടെ ബ്രാഞ്ച് ലൈക്ക് അപ്പിയറൻസ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇത് ഷെൽഫിലും സ്ലോപ്പിലുമാണ് കട്ട് ചെയ്ത്, അതായത് കോണ്ടിനെന്റൽ ഷെൽഫിലും സ്ലോപ്പിലുമാണ് ഇതിന്റെ എഡ്ജ് കട്ട് ചെയ്ത് കാണപ്പെടുന്നത്. അതിന് ഉദാഹരണം സദേൺ കാലിഫോർണിയയിൽ കണ്ടുവരുന്ന കാനിയോൺസ് ആണ്. വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് നോൺ ആയിട്ടുള്ള കാനിയോൺ എന്ന് പറയുന്നത് ഹഡ്സൺ കാനിയോൺ ആണ്. ലോകത്തെ ലാർജസ്റ്റ് കാനിയോൺസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അലാസ്കയ്ക്ക് അടുത്തുള്ള ബെറിംഗ് സീയിലാണ്. ബെറിംഗ് സീയിൽ പ്രധാനമായും കണ്ടുവരുന്ന കാനിയോൺസ് എന്ന് പറയുന്നത് ബെനിങ് കാനിയോൺ, ദെൻ ക്വിഫിലോഫ് കാനിയോൺ, ഷെംചുങ് കാനിയോൺ. And this is a submarine canyon, and it is in a dendritic pattern, dendritic type of canyon. Atolls. These are low islands found in tropical oceans consisting of coral reefs surrounding a central depression. ട്രോപ്പിക്കൽ ഓഷ്യൻസിൽ കണ്ടുവരുന്ന ലോ ഐലൻഡ്സ് ആണ് അറ്റോൾസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രത്യേകത, നടുക്കൊരു ഡിപ്രഷൻ ഉണ്ടായിരിക്കും, അതിന് ചുറ്റും സറൗണ്ട് ചെയ്ത് കോറൽ റീഫ്സും കാണപ്പെടും. റൈറ്റ് സൈഡിലെ ഇമേജ് നോക്കാം. നടുക്കൊരു ഡിപ്രഷൻ ഉണ്ട്, അതിന് ചുറ്റുമായിട്ട് റീഫ്സ് കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണ് അറ്റോൾസ് എന്ന് വിളിക്കുന്നത്. It may be a part of sea or sometimes form enclosing of body of fresh, brackish or highly saline water. മിക്കവാറും അത് സീയെ ചുറ്റും, അതായത് ലഗൂണിന് ചുറ്റുപെട്ടായിരിക്കും കാണപ്പെടുന്നത്. ചില സമയത്ത് അത് ഫ്രഷ് അല്ലെങ്കിൽ ബ്രാക്കിഷ് വാട്ടറിനെയോ അല്ലെങ്കിൽ ഹൈ സലൈൻ വാട്ടറിനെയൊക്കെ എൻസർക്കിൾ ചെയ്തും കാണപ്പെടാറുണ്ട്. ബാങ്ക്. These marine features are formed as a result of erosional and depositional activity. Bank is a flat-topped elevation located in the continental margin. ഇറോഷൻ ഡെപ്പോസിഷൻ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു മറൈൻ ഫീച്ചർ ആണ് ബാങ്ക് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ടോപ്ഡ് ആയിട്ടുള്ള ഒരു എലിവേഷൻ ആണ്. പ്രധാനമായിട്ടും കോണ്ടിനെന്റൽ മാർജിൻസിലാണ് ഇത് കാണപ്പെടുന്നത്. The depth of the water is shallow but enough for navigational purpose. ഇവിടുത്തെ പ്രത്യേകത, വെള്ളത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് കുറവാണ്, പക്ഷെ നാവിഗേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെപ്ത് അതിന് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, the Dogger Bank in North Sea, the Grand Bank in Northwestern Atlantic, and the Newfoundland. The banks are sites of some of the most productive fisheries of the world. വേൾഡിലെ തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫിഷിംഗ് ഗ്രൗണ്ട്സ് കൂടിയാണ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഷോൾ. ഇറ്റ് ഈസ് എ ഡിറ്റാച്ച്ഡ് എലിവേഷൻ വിത്ത് ഷാലോ ഡെപ്ത്. ഓഷനകത്ത് തന്നെ കാണപ്പെടുന്ന മണ്ണിന്റെ അല്ലെങ്കിൽ മണലിന്റെ ഒരു കൂനയാണ് ഷോൾ എന്ന് നമുക്ക് പറയാം. അതൊരു
elevated ആയിട്ടുള്ള ഒരു ഫോം ആണ്, പക്ഷെ ഡിറ്റാച്ച്ഡ് ചെയ്ത് ഷാലോ ഡെപ്തിൽ കണ്ടുവരുന്നു. They project out of water with moderate height and they are dangerous for navigation. ചില സമയത്ത് ഇത് വെള്ളത്തിന് മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് കാണപ്പെടുകയും അത് നാവിഗേഷൻ പർപ്പസിന് ഡേഞ്ചറസ് ആയി മാറുകയും ചെയ്യുന്നുണ്ട്. Reef. It is an organic deposit made by living or dead organisms that form a mount on rocky elevation like a ridge. Coral polyps എന്ന് പറയുന്ന ഓർഗാനിസംസിന്റെ സെക്രീഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു മൗണ്ട് അല്ലെങ്കിൽ എലിവേഷനെയാണ് റീഫ് എന്ന് വിളിക്കുന്നത്. And the coral reefs in Pacific Ocean is mainly associated with Seamounts and Guyots, and the world's largest reef is found in Queensland coast of Australia, and it is known as the Great Barrier Reef. And the reef which are extended above the surface are dangerous for navigation. This is reefs. Finally, we can conclude the major and minor relief features on the bottom of ocean floor. First one is Continental Shelf, followed by it is Continental Slope, and here there is Continental Rise, then there is Abyssal Plain, then Oceanic Ridges or Mid-Oceanic Ridges or Submarine Ridges, then here it is a trench, and there is Guyot, Seamount. Then significance of the study of oceanic relief. First, ocean relief controls the motion of seawater. Seawater movement control ചെയ്യുന്നത് ocean relief ആണ്. Second, the oceanic movement in the form of currents in turn causes many variation in both oceans and atmosphere. വാട്ടറിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ഓഷൻ റിലീഫ് ആണ്. ഈ ഒരു മൂവ്മെന്റ് കൊണ്ടാണ് കറണ്ട്സ് ഉണ്ടാവുന്നത്. ഈ കറണ്ട്സ് ആണ് ഓഷനിലെയും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലെയും ക്ലൈമാറ്റിക് പാരാമീറ്റേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും വേരിയേഷൻസ് ഉണ്ടാക്കുന്നത്. The bottom relief of oceans also influence the navigation as well as fishing.